നമ്മെ സ്നേഹിച്ച് പരിപാലിക്കുന്ന, നമ്മെ ഓരോ നിമിഷവും സംരക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തെ, നമ്മുടെ അഭയശിലയായ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളെപ്പോഴും കേൾക്കുമായിരുന്നു 2000 ആണ്ടാകുമ്പോൾ ലോകം അവസാനിക്കുമെന്ന്. അപ്പോഴീ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വീടുകളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ഈ വലിയ വാർക്ക വീടുകളൊക്കെ വളരെ കുറവാണ്. എൻ്റെ വീട് വയനാട്ടിലാണ്. അപ്പോൾ ഈ ചില വാർക്ക വീടുകളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഗേറ്റ് പണിത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഗേറ്റിൻ്റെ ഷേപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുന്തം പോലെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കുത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇവർ ഈ കുന്തമൊക്കെ വെച്ചേക്കുന്ന ലോകാവസാനത്തിൻ്റെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമെന്നാണ്. പിന്നീട് കുറച്ചും കൂടെ വളർന്നപ്പോൾ, അതായത് ഒരു ഹൈസ്കൂളിലേക്കൊക്കെ എത്തിയപ്പോൾ മനസ്സിലായി അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ബോംബ് വീണാൽ എല്ലാം തകർന്നു പോകുമെന്ന്. പിന്നീട് കുറച്ചും കൂടെ ബുദ്ധിയും ബോധമൊക്കെ വെച്ചപ്പോഴാണ് മനസ്സിലായത് ഈ മനുഷ്യൻ്റെ ശരീരം ഒരു ദിവസം പുഴുക്കൾ തിന്നാനുള്ളതാണല്ലോ എന്ന്. അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെയോ സത്യങ്ങളുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സംരക്ഷിക്കും. ദൈവത്തോളം സംരക്ഷണം നൽകാൻ മറ്റൊന്നിനും ആവില്ല. ഈ ഭൂമിയിലെ ഒന്നിനും നാം എത്രമാത്രം സുരക്ഷിതത്വം എന്തിൽ കണ്ടെത്തിയാലും ഒന്നിനും നമ്മെ സംരക്ഷിക്കാനാകില്ല. എന്നാൽ ദൈവത്തിന് ശരീരത്തെയും അതിനപ്പുറമുള്ള ആത്മാവിനെയും സംരക്ഷിക്കാൻ കഴിയും. ഓൺലി ഗോഡ് ക്യാൻ കൺസർവ്, പ്രിസർവ് ആൻഡ് പ്രൊട്ടക്റ്റ് യുവർ ബോഡി ആൻഡ് സോൾ. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ ദൈവത്തിൽ നമുക്ക് നങ്കൂരമിടാം. ആ ദൈവമാണ് നമ്മുടെ സങ്കേതം, നമ്മുടെ അഭയം, നമ്മുടെ ശക്തി, നമ്മുടെ കോട്ട ആൻഡ് എവ്രിതിങ്, നമ്മുടെ എല്ലാം. ഈ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. നീ
നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരിക്കൽ കൂടി ഏറ്റുപാടി അടിയനിതാ ദേവാ എന്ന് ഏറ്റുപാടി നമ്മുടെ ജീവിതങ്ങളെ കർത്താവാകുന്ന ഉറച്ച സംരക്ഷണത്തിൻ്റെ ഉള്ളിൽ, കർത്താവാകുന്ന ഉറച്ച പാറമേൽ നമ്മെ തന്നെ സംരക്ഷണത്തിനായി വിട്ടുകൊടുത്ത് നമ്മെ അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കാം. നമുക്കൊരുമിച്ച് പാടാം. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഒരിക്കൽ കൂടി പൂർണ്ണമായി നമ്മെ വിട്ടുകൊടുത്തുകൊണ്ട് പാടാം. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഒരിക്കൽ സെമിനറി പഠിക്കുന്ന കാലത്ത് സ്വർഗത്തെക്കുറിച്ചൊക്കെയുള്ള വിഷയം പഠിപ്പിക്കുന്ന അച്ഛൻ എസ്കത്തോളജിയുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അന്നേ ക്ലാസ് തീരാൻ നേരത്ത് അച്ഛനൊരു ചോദ്യവുമായിട്ടാണ് അവസാനിപ്പിച്ചത്. അച്ഛൻ ചോദിച്ചു, മക്കളെ, സ്വർഗത്തിൽ എന്തായിരിക്കും ഉള്ളത്? വാട്ട് ഡു യു എക്സ്പെക്ട് ടു ഹാപ്പൻ ഇൻ ഹെവൻ? അപ്പം ഇങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ഇടയിൽ ഒരു സെമിനാരിക്കാരൻ പറഞ്ഞു, സ്വർഗത്തിൽ മുഴുവനും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, അയ്യോ, എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ബോറിംഗ് ഒക്കെ ആവത്തില്ല. ഇനി എന്താണെങ്കിലും അപ്പോഴത്തേക്കോ ക്ലാസ് അവസാനിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും നാളെ വരുമ്പോൾ ഇതിന് ഉത്തരവായിട്ട് വരണം. അന്ന് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് സെമിനാരിലേക്ക് തിരിച്ച് നടക്കുമ്പോൾ എൻ്റെ തലയിലും ഈ ചിന്ത ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, സ്വർഗത്തിൽ എന്തായിരിക്കും? കാരണം ഒരു അനന്തത മുഴുവനും ജീവിച്ചു തീർക്കണമെങ്കിൽ അത്രത്തോളം മനോഹരമായ എന്തെങ്കിലും ഉണ്ടായിരിക്കണം സ്വർഗത്തിൽ. പോകുന്ന വഴിക്ക് ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു, ചെറിയ തണുപ്പും. ഞാനിപ്പോൾ എന്നിട്ട് ഈശോയോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി, കർത്താവേ, സ്വർഗത്തിൽ ഈ മഴയൊക്കെ വേണം കേട്ടോ, മഴ വേണം, സംഗീതമുണ്ടാകണം, അമ്മയുടേതുപോലത്തെ സ്നേഹമുണ്ടാകണം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കർത്താവ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലിങ്ങനെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുക. കർത്താവിനെ ഇങ്ങനെ വിളിച്ചു, എടാ പൊട്ടാ, അതായത് ഈ ഭൂമിയിൽ നീ ചോദിക്കാതെ ഞാൻ നിനക്കൊരു ജന്മം നൽകി. അതായത് ഇന്ന് നീ സന്തോഷിക്കുന്നതെല്ലാം, മഴയാകട്ടെ, സംഗീതമാകട്ടെ, അതെല്ലാം ഞാൻ നിനക്ക് ദാനമായി നൽകിയതാണ്. ഈ 100 വർഷത്തെ ഈ ജീവിതത്തിന് വേണ്ടി നിനക്ക് ഇതെല്ലാം ദാനമായി നൽകാമെങ്കിൽ ഒരു അനന്തതയ്ക്ക് വേണ്ടി നിനക്കായി ഞാൻ കാത്തുവെച്ചിരിക്കുന്നത് എന്താണെന്ന് അവിടെ വന്ന് ആസ്വദിക്കുക. സ്വർഗം എന്താണെന്നോ സ്വർഗത്തിൽ എന്താണെന്നോ നമുക്കൊന്നും അറിയത്തില്ല. അവിടെ മാലാഖമാരുണ്ട്, വിശുദ്ധരുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ നന്മകളുടെയും പൂർണ്ണത ദൈവം നമുക്ക് സ്വർഗത്തിൽ തരും. മനോഹരമായ ഒരു ജീവിതം, മതിവരാതെ അനന്തതയിലേക്ക് നീളുന്നു. പ്രഭാഷകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം 9-10 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. എന്നാൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി ജലം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രമെന്ന്. When you compare with eternal life, നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ 100 എന്നുള്ള ഏതാനും വത്സരങ്ങൾ, നമുക്കറിയാം 100 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ വലിയൊരു ദീർഘായുസ്സാണ്. അത് സമുദ്രത്തിലെ ഒരു ജലത്തുള്ളി പോലെ മാത്രമാണ്. പ്രിയമുള്ളവരെ, നിത്യതയെ സ്നേഹിക്കാം, നിത്യതയെ നോക്കി ജീവിതത്തെ ക്രമീകരിക്കാം. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവമക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികൊതുകാലെന്നു ഞാൻ ചേർന്നിടുമോ? വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, ഇന്നു ഞാൻ ചേർന്നിടുമോ?
പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. മുത്തിനാൽ നിർമ്മിതമാ ഉള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. മുത്തിനാൽ നിർമ്മിതമാ ഉള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. ശുദ്ധവും ശുഭ്രവുമാ ഉള്ള ജീവജലനദിയിൻ ഇരുകരയും ജീവവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിനുദ്യാനമേ. ശുദ്ധവും ശുഭ്രവുമാ ഉള്ള ജീവജലനദിയിൻ ഇരുകരയും ജീവവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിനുദ്യാനമേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. നല്ല ദൈവമേ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് ഞങ്ങളുടെ ഭാവനകളിൽ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാക്കാനാകൂ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ മനോഹരമായി സ്വർഗത്തിലെ മാലാഖമാരെ കുറിച്ചും കുഞ്ഞാടിൻ്റെ വിരുന്നിനെ കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുന്നു. ഈ സ്വർഗരാജ്യത്തിൽ വിരുന്നിനെത്തുന്ന ദിനം ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുന്നു. കർത്താവേ, ഈ ഭൂമിയിലെ മായകളിൽപ്പെട്ടുഴലാതെ എന്നുമെന്നും സ്വർഗരാജ്യം ലക്ഷ്യം കണ്ട് ജീവിക്കുവാൻ, സ്വർഗത്തിലെത്തുന്നത് വരെ കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നാഥ, സ്വർഗം ഞങ്ങൾക്ക് നിഷേധിക്കരുതേ. സ്വർഗം നിഷേധിക്കപ്പെടുന്നതായി എന്തെങ്കിലും അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ കർത്താവേ, ഈ ഭൂമിയിൽ നിന്നും അങ്ങ് ഞങ്ങളെ എടുക്കണമേ. മനസ്താപ പ്രകരണത്തിൽ ഞങ്ങൾ ചൊല്ലുന്നത് പോലെ മേലിൽ പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആ പ്രതിജ്ഞ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യതയിൽ അങ്ങയെ പുണരുവാൻ സകല വിശുദ്ധരോടും മാലാഖമാരോടുമൊത്ത് അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ആമേൻ. സഹനങ്ങളുടെ സമയത്തും ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിത വിശുദ്ധിയുടെ ലക്ഷണം. കാരണം സഹനങ്ങളിൽ നന്ദി പറയാൻ എല്ലാവർക്കും സാധിക്കത്തില്ല.
ചില യുവജനങ്ങളെ അറിയാം, 16, 17, 18 വയസ്സുള്ള യുവജനങ്ങൾ. ക്യാൻസർ രോഗവും അല്ലെങ്കിൽ അതുപോലുള്ള ഗൗരവമായ അസുഖങ്ങൾക്കിടയിലും ഒരിക്കലും അച്ഛാ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാതെ ഈ സഹനത്തിൻ്റെ സമയത്ത് ഈശോയെ ഉപേക്ഷിക്കാൻ എനിക്കിടവരരുത്, അതിനുവേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന കുറച്ച് പിള്ളേരെ അറിയാം. അവരൊക്കെയാണ് ജീവിക്കുന്ന വിശുദ്ധർ. നമുക്ക് നന്ദി പറയാൻ പഠിക്കണം ദൈവത്തിന്. സന്തോഷത്തിലും ദുഃഖത്തിലും സന്താപത്തിലും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ സഹനങ്ങളുടെ തീച്ചൂളയിലും ദൈവത്തിന് നന്ദി പറയാൻ നമുക്കാകുന്നുണ്ട് എങ്കിൽ വിശുദ്ധിയുടെ വഴിയിൽ നാം മുന്നേറുകയാണെന്നാണ് അതിനർത്ഥം. ദൈവമേ, ഞങ്ങളെ വിശുദ്ധരാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया. क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया. तुझ में ही मेरी सुबह, तुझ में ही हर शाम, तुझसे ही करता शुरू हर कोई काम. तुझ में ही मेरी सुबह, तुझ में ही हर शाम, तुझसे ही करता शुरू हर कोई काम. शुक्रिया करता हूँ मैं लेके तेरा नाम, आदर और धन्यवाद आज तेरे नाम. शुक्रिया 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 तेरा. शुक्रिया 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 यीशु तेरा. सारी दुनिया तेरी है, सब कुछ तूने रचाया है. सारी दुनिया तेरी है, सब कुछ तूने रचाया है. मुझको भी तूने बनाया है, तेरे जैसा किया है. क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया. क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया. तुझ में ही मेरी सुबह, तुझ में ही
ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രതികൂല സാഹചര്യങ്ങളെയും ഓർത്തും അങ്ങേക്ക് നന്ദി പറയുന്നു. രോഗങ്ങളെ ഓർത്ത്, സഹനങ്ങളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. സഹനങ്ങളിലൂടെ അങ്ങ് ആഗ്രഹിക്കുന്ന വിശുദ്ധീകരണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ദൈവത്തിൻ്റെ അമ്മയാകുമെന്ന് അമ്മയ്ക്ക് അരുളപ്പാട് ലഭിച്ചിട്ടും സഹനത്തിൻ്റെ വഴികളിൽ നിന്നും അമ്മയ്ക്ക് മോചനം ലഭിച്ചില്ലല്ലോ. സഹനത്തിൻ്റെ വഴികളിൽ ഞങ്ങൾ നടന്നു നീങ്ങുമ്പോൾ അമ്മയെപ്പോലെ കുരിശിൻ്റെ ചുവട്ടിലൂടെ നിശബ്ദമായി നടക്കുന്ന അമ്മയിൽ നിന്നും പഠിച്ച് സഹനങ്ങളുടെ വേളയിൽ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറുകയാണ് എന്നുള്ള ബോധ്യത്തോടെ നടന്നു നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സഹനത്തിലൂടെ വിശുദ്ധിയിലേക്ക് ഉയരുന്ന സകലമാന വിശുദ്ധരെ ഈ ഭൂമിയിലെ തീർത്ഥാടകരായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നീ